ഓം നമോ ഭഗവതേ വാസുദേവായ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതാപദേ നമോ നമഃ. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാപരിഷ്ടം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഉണ്ടായ ഗർഭം തികഞ്ഞാശു രോഗിണിയിങ്കൽ കണ്ടതു ബലഭദ്രനായതും അവൾ തന്നിൽ രണ്ടാമതഖിലേശൻ താൻ അവതരിച്ചതും കിം പ്രയോഗാർത്ഥം വസുദേവ മന്ദിരത്തിങ്കൽ അമ്പിനോടവതരിച്ചിടിന ജഗന്നാഥൻ ബന്ധമെന്തങ്ങു പ്രജം പ്രാപിപ്പാനവിടെ തൻ ബന്ധുക്കളോടു കൂടിട്ടെന്തോന്നു ചെയ്തതെന്നും പങ്കജനേത്രൻ മധുരാപുരിക്കെഴുന്നള്ളി സംഘർഷണാനുജൻ താൻ ശങ്ക കൈവെടിഞ്ഞുതൻ മാതുലൻ തന്നെ ജനസംസാദി മധ്യേ നിന്നും ചേതസീ വൈരം കലർന്നെന്തിനു കൊല ചെയ്തു ഹേതുവെന്തതെന്നതു കഷ്ടമല്ലയോ നറു പാൽ തൊഴും മൃദുമൊഴിമാരിലെത്രയും നല്ല ഭാര്യമാർ എത്ര പേരുണ്ട് എത്ര സംവത്സരം മായ കാര്യമാനുഷൻ മനുജാകൃതിയോടു ഭൂവി വാണരുളിരാൻ അന്നുണ്ടായ മംഗലചരിത ആനന്ദവിലാസങ്ങളൊക്കെയും ഒന്ന് ഒഴിയാതെ വ്യാസമായി അരുൾ ചെയ്തിടണം ഇവ മൂന്നും. വാസരം അനശ്വനം ദീക്ഷിച്ചു കഴികയാൽ ദാഹാദി പരിശ്രമമുണ്ടെന്നു തിരുവുള്ളിൽ സ്നേഹമോഹേന പരിലാളിക്ക വേണ്ടിയിലേതും താപകമുഖാംബുജത്തിങ്കൽ നിന്നുടനുടൻ ആവിർമോദേന പൊഴിഞ്ഞിടിന ഹരികഥ സാരപീയൂഷപാനം ചെയ്ക കൊണ്ടടിയനിൽ പാരം കാക്ഷിതം വൈദാകാദി ഇല്ല അറിഞ്ഞാലും സാദരമിന്നു കരുണാലയ കഥാമൃത സാധനം നൽകിയിടുക വേണ്ടതെന്നോരോ തരം പ്രീതനായേറ്റമപേക്ഷിച്ചിരുന്നിടും വിഷ്ണുരാധ വക്ത്രാംബുജം പാർത്തു മന്ദഹാസാനന്തരം ശ്രീശുഗൻ നിജ പിതാവാകിയ കവിപ്രവരേശനാം വേദവ്യാസ പാദപങ്കജദ്വയം മോദേന മനപത്മം ആരാധിച്ച് അലങ്കരിച്ച് ആദിനായകനെയും ധ്യാനിച്ചു ചൊല്ലിടിനാൻ. ഇക്കലിയുഗത്തിങ്കൽ മനുഷ്യജാതിക്കുള്ള ദുഷ്കൃത മഹാവ്യാധി പോക്കുവാനെളുതായ സിദ്ധമന്ത്രൌഷധങ്ങളും ഉത്തമ ശ്ലോകസ്യ സമുക്ത കീർത്തനാല് കാർഷണീയത്തിന്മീതെ ഒന്നില്ലെന്നു നിശ്ചയിച്ച് അരുൾ ചെയ്തിടിനാമപിതാച്യുതാംശോത്ഭൂതനാം ബാധരായണന്നതേ നിത്യവും കേൾപ്പാൻ അപേക്ഷിച്ചിരിക്കുന്ന ഭവാനുത്തമ രാജർഷിയെന്ന് ആശു സംവദിക്കുന്നേ കൃഷ്ണനാ പരമാത്മാ തന്നോടെ കഥാമൃതം.
ദൃഷ്ടയാ ചൊല്ലുന്നവൻ തന്നെയും അതിലേറ്റം ഭക്തി പൂണ്ടാർദ്രമാത്മനാ കേട്ടിരിപ്പവനെയും ശക്തികൾ ഒഴിഞ്ഞനുത്യാതനാം അവനെയും ശുദ്ധമാകുന്നു മഹാപാതകങ്ങളാല്. പരിബന്ധനായിരിപ്പവൻ എങ്കിൽ അവനെയും ഭക്തവത്സലനായ ഭഗവത് പാദോദകം അത്യന്തം പശുദിജമാതൃതാചാര്യജ്ഞ ദുഷ്ടന്മാരെയും ശുദ്ധമാകുന്നു പുനരതിൽ ഇഷ്ടലാഭത്തോടുകൂടി നൽകുന്നു കഥാമൃതം. കേട്ടുകൊൾക്കെങ്കിൽ അമരാസുരയുദ്ധത്തിങ്കൽ വാട്ടമെന്നിയെ മരിച്ചിടിനോരസുരകൾ ധാത്രീന്ദ്രന്മാരായി വന്നു പിറന്നു മുഴുക്കയാല് ധാത്രിയും ഭാരം കൊണ്ടു തളർന്നു ചമഞ്ഞപ്പോൾ ഗോരൂപം പരിഗ്രഹിച്ച് ആളകമിടർപ്പൂണ്ടു സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോട് അറിയിച്ചാള്. വേദാപം വിചാരിച്ചു കണ്ടുതൻ സഭായുധം വേഗേന പുറപ്പെട്ടു ദേവതാപസന്മാരും നാഗഭൂഷണൻ തന്നെ കണ്ടുടനുണ്ടായി വന്ന സങ്കടമെല്ലാം ഉണർത്തിച്ചു നിന്നതു കേട്ടു. ശങ്കരൻ താനും അനുകമ്പയാ ഗിരീന്ദ്രജ തന്നെയും മന്ദസ്മിത അവലോകനം ചെയ്തുകൊണ്ട് അങ്കുരിതാനന്ദേന നാം ഇവരോടുകൂടി പോകണം പാലാഴിപോക്ക് അംബുജനാഭവൻ തന്നോട് ആകുലം ഉണർത്തിപ്പാനെന്ന് എല്ലാം അരുൾ ചെയ്തു. മേതുര വൃഷപ്രവരോപരി കരയേറി സാദരം ഗുഹ ഗണേശാദികളോടും ചേർന്നു ഭൂദേശൻ നന്ദീശാദി ഭൂതസംഗതിയോടും മാതൃക്കളോടും ദേവതാവസാദികളോടും ലോകേശമുഖക്ഷിതി ദേവകളോടും നാഗലോകമോഹനകരവാദ്യഘോഷങ്ങളോടും നാരദനുടെ വീണാരവ സംഗീതത്തോടും പാരാതെ ഭയഭയോരാശിതൻ തീരസ്ഥലം സാരസദീപം പ്രാപിച്ച് ആദരപൂർവം ഭക്ത്യാ സാരസദീപം പ്രാപിച്ച് ആദരപൂർവം ഭക്ത്യാ മാരാരി മുതലായ വാനവർ എല്ലാവരും മാധവൻ തന്നെ സേവിച്ചിടിനാർ വഴി പോലെ വേദാവും വേദാന്താർത്ഥസാര സംഗ്രഹമായ പുരുഷ സൂക്തം കൊണ്ട് കരുണാശാലി വരൻ പുരുഷൻ തന്നെ സേവിച്ചിടിനാൻ ഇളകാതെ തൽക്കാലേ പുരോഭൂവി കേവലം തെളിഞ്ഞ് ആയുധാർക്കമണ്ഡലം ഉദിച്ചു ഉയരുന്നതുപോലെ പുഷ്കരോത്ഭവ വന്നു കാണായി വന്നതിങ്കൽ നിന്ന് ഒക്കവേ ഭഗവസങ്കൽപ്പങ്ങൾ കേൾക്കായി വന്നു സ്വച്ഛമായതി മധുരോക്തി മാർഗോപശ്രേണി വർച്ചസാ നിജകൃതി വിശ്വാസം വളർന്നതി വിസ്മയം കലർന്നരവിന്ദലോചന പ്രഭാൽ അഗ്നവന്ദനം ചെയ്തു പത്മജാം തഥാമുദ ദക്ഷാരി പാർശ്വ ഉപഗമ്യ നിർജ്ജരന്മാരോട് അക്ഷണം അവസ്ഥകളെ പേരും അറിയിച്ച വിശ്വനാഥൻ പരമാനന്ദ അദോഷജൻ അച്യുതൻ ആത്മാരാമാനഖില സമാധാരൻ ചെൽപ്പുമാൻ പ്രകൃതി ഭിന്നാത്മകൻ ഗുണാധാര
ഉൽപ്പലേക്ഷണൻ കരുണാമയൻ